കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടാണല്ലേ ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. ആക്ച്വലി ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും കുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ബൈ ദ ബൈ, ഇന്ന് ഞാൻ അത്താഴത്തിന് കഴിക്കുന്നത് ബ്രെഡും ഓംലെറ്റും ആണ്. പിന്നെ വർക്കൗട്ടും ജിമ്മും ഞാൻ തൽക്കാലത്തേക്കൊന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ കാണുന്ന പോലെ അത്ര ഈസി അല്ല ഒരു ബിസിനസ് എന്ന് പറയുമ്പം. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടും ഒരുപാട് ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പോൾ ആകെ കുറച്ച് സമയം കിട്ടുന്നത് റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ സമയം കൂടി ജിമ്മിൽ പോയിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എംബ്രോയിഡറി ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബോർഡർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പാർട്ടി വെയർ സൽവാറാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിളിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇന്ന് കാലിക്കറ്റ്, കണ്ണൂർ, കാസർഗോഡ്, പെരിന്തൽമണ്ണ, മലപ്പുറം ഭാഗത്തേക്കൊക്കെ ഒരുപാട് ഓർഡേഴ്സ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പുറത്തെ കടയിൽ പോയി ബിരിയാണി കഴിച്ചാണ് നോമ്പ് തുറന്നത്. എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ഫ്രൈ ചെയ്ത് കഴിച്ച്. ഈ കഫ്താൻ എങ്ങനെയുണ്ട്? ഇത് ഞാൻ ദുബായി പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. റൂഫസും ബിൻസും പായസമൊക്കെ ഉണ്ടാക്കി ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളി പായസമായിരുന്നു കേട്ടോ. മധുരം കുറവാന്നാ മധുരം ഇട്ടുകണ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലേറ്റ് നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ ഡേ മാഷാ അല്ലാ നന്നായിട്ട് തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.